ഏകദേശം എത്ര ലോഡാവുന്ന പറഞ്ഞേ? ഏകദേശം റെഡിയല്ലേ? കണക്ക് കെട്ടിക്കാൻ നൂലുണ്ടോ? 10 ലോഡ്. വണ്ടിയിൽ നൂല് വളർത്തുന്നുണ്ടാവും. അല്ല അത് കൊളുത്തിയാണ്. മറ്റേ കയറാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെറിയ കയറാവുണ്ട്. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഖത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും താമസിക്കാനുള്ള ഒരു പാർപ്പിടമായി മാറണമെന്ന് പ്രാർത്ഥിക്കുക. ഇതുണ്ടാക്കി തരുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നിഷ്പ്രയാസം ഉണ്ടാക്കി ഞങ്ങളെ ഏൽപ്പിക്കാൻ ദൈവത്തിൻ്റെ കൃപ ഉണ്ടാവണമെന്ന് നല്ലപോലെ പ്രാർത്ഥിക്കും. 25-നും 50-നും ഇടയ്ക്ക് ഒരു സംഖ്യ പറഞ്ഞു. 25-നും 50-നും 43 ചന്ദ്രസ്ഥിതിയുണ്ട് നല്ലതാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 7 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് മാറിയിട്ട് കുറ്റിയാൻ കഴിയും. ഇവിടെ 7 സെൻറ്റിമീറ്റർ ആയില്ലേ? അടിച്ചോളൂ. കിഴക്കോട്ട് വിടുന്നു. എല്ലാവരും അടിച്ചോളൂ. നല്ല കറിയുണ്ട്. ഇന്ന് രാവിലെ വെട്ടി ഇവിടുന്ന് ആ കല്ലിടാനുള്ള സ്ഥാനേ ഇവിടുന്ന് ഒരു 3 മീറ്റർ കഴിഞ്ഞ് അടുത്ത നമ്മൾ കുറ്റിയടി കഴിഞ്ഞു. പക്ഷേ ഇന്നെ തറക്കല്ലിടാൻ വേണ്ടിയിട്ട് ഈ ഒരു പോർഷനിൽ അസ്ഥിവാരം കയറിയിട്ട് കല്ലിടൽ ചടങ്ങ് നടത്താൻ പോവുക. ഈ വീടിൻ്റെ സ്ഥാനം കണ്ടത് കുറ്റിയടിച്ചു. ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങൾ പുതിയൊരു സൈറ്റിലെ കുറ്റിയടിയായിരുന്നു ഇന്ന്. തറക്കല്ലിടാൻ പോവുകയാണ്. ഇതും കോട്ടയം തന്നെയാണ്, കോട്ടയം ടൗണിൽ. നല്ല അടിപൊളി സൈറ്റാണ്. നല്ല വ്യൂ ഉള്ളൊരു സ്ഥലത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് ബാക്കി താഴത്തേക്ക് മെയിൻ റോഡ് അവിടെയാണ്. അടിയിൽ ഇതൊക്കെ വില്ലകൾ പണിയാനായിട്ട് പ്ലോട്ട് ചെയ്തിട്ടിരിക്കുന്ന സ്ഥലം. നല്ല സൂപ്പർ സ്ഥലമാണ്. جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء
സ്വർണ്ണം ഈ അടപ്പ് എല്ലാവർക്കും ചേർക്കാം. ആ നമ്മളിപ്പോ അത് ക്രോസ് ചെയ്തിട്ടല്ലേ വന്ന റെയിൽവേന്റെ പാലം. റെയിൽവേ സ്റ്റേഷനെ പോവാൻ അങ്ങനെ പെട്ടെന്ന് പോയാലല്ലേ. അങ്ങനെ ഉച്ചയായി. നമ്മൾ തറ കയറാൻ പോവാണ്. നമ്മൾ തറ കയറുന്നതേ ഒരടി വീതിയിലാണ്. അപ്പോൾ ചെറിയ ഇറ്റാച്ചീൻ്റെ സാധാരണ 2 അടീൻ്റെയാണ് ബക്കറ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മളത് ഒരടീൻ്റെ ബക്കറ്റ് അവരോട് പറഞ്ഞിട്ട് ഒരടിക്കാണ് കയറുന്നത്. ഒരടി വീതി 1.5 അടി താഴ്ച. അതായത് ഇവിടെയൊക്കെ അത്രയും നല്ല പാറ പോലത്തെ വെട്ടുപാറയാണ്. കണ്ട വെട്ടുപാറുള്ള സ്ഥലങ്ങളൊക്കെ ആകുമ്പോൾ ഒരു 1.5 അടി താഴ്ച മതി, ഒരടി വീതി. ആ കിണറിൻ്റെ ആ സൈഡിലൊക്കെ ചിലപ്പോൾ കുറച്ചധികം താത്തേണ്ടി വരും, കാരണം അവിടെ മണ്ണ് കൊണ്ടിട്ടതാണ്. ഇത് നമ്മൾ തറയും കോൺക്രീറ്റിൽ തന്നെ ചെയ്യണം. അങ്ങനെ കോൺക്രീറ്റിൽ ചെയ്യാവുകൊണ്ടാണ് ഞങ്ങൾ തറ ഇടുന്നത്. കരിങ്കല്ലിലാണെന്നുണ്ടെങ്കിൽ നമ്മളിടില്ല. നമ്മളിപ്പം കോൺക്രീറ്റിൽ ചെയ്യുകയാണെങ്കിൽ തറ മുതൽ നമ്മൾ ചെയ്യും. അതിന് തറയ്ക്ക് അഡീഷണൽ പൈസയാണ്. അത് പ്ലോട്ടൊക്കെ നോക്കി എത്ര താവാണ്ട് സ്ഥലത്തിൻ്റെ ബലത്തിനൊക്കെ അനുസരിച്ചിട്ടാണ് അതിൻ്റെ പ്രൈസ്. അങ്ങനെ നമ്മൾ പാതകം കീറിയും കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം നല്ല താഴ്ച, ഏകദേശം ഒരു 3.5 അടിയോളം താഴ്ചയുണ്ട്. കാരണം ഇവിടെ ഈ കിണറിൽ നിന്ന് എടുത്തിട്ട മണ്ണാണ്. അത് കാരണം കൊണ്ട് അത്യാവശ്യം നല്ല താഴ്ത്തേണ്ടി വന്നു. ആ ഫ്രണ്ടേജ് സൈഡിലൊക്കെ കുഴപ്പമില്ല, അവിടെ 1.5 അടി താത്തിയാൽ മതി. അപ്പോൾ ഇതൊക്കെ കാരണമാണ് നമ്മൾ ഒരിക്കലും ഒരു തറയ്ക്ക് ഒരാളോടും പ്രൈസ് പറയില്ല. കാരണം JCB കൊണ്ട് മാന്തമ്പളയുള്ളൂ അറിയുക മണ്ണിൻ്റെ ബലം എത്രയുള്ളൂ എന്നുള്ളത്. പിന്നെ നമ്മൾ എന്തായാലും വീട് ചെയ്യുമ്പോൾ അതിന് അനുസരിച്ചിട്ടുള്ള സ്ട്രെങ്ത്ത് വേണമല്ലോ. അപ്പോൾ നമ്മൾ താത്തേണ്ട സ്ഥലത്ത് താത്ത തന്നെ വേണം. പിന്നെ അതിൽ 1.5 അടി പറഞ്ഞിട്ട് നമുക്കവിടെ 1.5 അടിയിൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഇവിടെ 3.5 അടി ഇതന്നെ ആയി. ഇനി ഇവിടെ 1.5 അടി പൊന്താനം, മൊത്തം 4 അടി വരും. കാരണം ഭൂമി കുറച്ച് ചെരിഞ്ഞിട്ടാണ് കിടക്കണത്. ഏകദേശം പകുതി വെട്ടിക്കഴിഞ്ഞു, ഇനി കുറച്ചും കൂടി ഉള്ളു. ഇതാണ് നമ്മൾ 1 അടീൻ്റെ ബക്കറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നത്. കാരണം ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ കംപ്ലീറ്റ് കോൺക്രീറ്റ് ഫില്ല് ചെയ്യുക ചെയ്യുന്നത്. ഇത് കണ്ടില്ല, ഇത് വെട്ടുപാറയാണ് അടിയിൽ, കണ്ടോ? അതായത് നമ്മൾ സാധാരണ വീട് കെട്ടാൻ ഉപയോഗിക്കണ അത്രയും ബലമുള്ള പാറ. അപ്പം ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ തറയിടുമ്പോൾ 1.5 അടി തന്നെ അധികം. കാരണം നമ്മൾ ഇത്രയും സ്ട്രെങ്ത് ഉള്ള മണ്ണ് പാറ പൊളിച്ച് കളഞ്ഞിട്ട് പിന്നെ അവിടെ കല്ലിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. എന്ത് പഠിച്ചിട്ടും കാര്യമില്ല, അന്ന് മൊത്തം ചളി തന്നെയാണ് ഡ്രസ്സിലാകെ.
നമ്മളെ റെഡിമിക്സിൻ്റെ വണ്ടി വരുന്നുണ്ട്. मट्टी नहीं गिराना का नीचे ज़्यादा। ഒരു വണ്ടി റെഡി മിക്സ് വന്നു, അടുത്ത വണ്ടിക്കുള്ള വെയിറ്റിംഗ് ആണ്. നമ്മളൊരു പാത്തി സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പാത്തിയിലേക്കാണ് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഫറയുടെ സെൻറ്റർ വരെ പോകും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കയ്യിൽ വലിച്ചിട്ടാൽ മതി.
റെഡി മിക്സ് ഇങ്ങനെ പാത്തി വെച്ചിട്ടാകുമ്പോൾ അതേപോലെ നടുക്കിലേക്ക് വരെ എത്തും. അങ്ങനെ താഴത്ത് 1.5 അടീൻ്റെ PCC കഴിഞ്ഞു. നമ്മൾ 1 അടീൻ്റെ ബക്കറ്റ് കൊണ്ടാണ് കയറിയത്. പക്ഷെ എന്നാലും 1 അടീൻ്റെ ബക്കറ്റ് കൊണ്ട് കയറിയാൽ ലാസ്റ്റ് 1.25-1.5 അടിയൊക്കെ വീതി വരും. PCC കഴിഞ്ഞു. ഇനി നമ്മളിത് ഷട്ടർ ചെയ്തിട്ട് നമ്മൾ ഷട്ടറിങ് ഷീറ്റൊക്കെ ധരിക്കണം. ഇതിൽ ഷട്ടറിങ് ചെയ്തിട്ട് 8 ഇഞ്ചിൽ പ്ലിന്ത് അടിക്കുന്ന പോലെ അടിക്കും. ഇതിപ്പോൾ ഇത്രയും ചെയ്യാനായിട്ട് ഇപ്പോൾ നമുക്ക് 12 m³ വന്നത് കോൺക്രീറ്റ്. അതെന്താ വെച്ചാൽ അടിയിൽ വീതി കൂടുതലാണ്. ഇപ്പോൾ അങ്ങനെ വീതി കൂടുമ്പോൾ അപ്പോൾ ഈ ഒരു കോർണറൊക്കെ ഉണ്ടല്ലേ, ഇങ്ങനെ എല്ലാ കോർണറിലും ഈ കോർണറൊക്കെ അടിയിലിടുമ്പോൾ ഒരുപാട് സാധനം മെറ്റീരിയൽസ് അധികം പോകും. ബാക്കിയുള്ളത് ഷട്ടറിങ് കഴിഞ്ഞിടുമ്പോൾ കറക്റ്റായിട്ടുള്ള ഇതേ പോകുള്ളൂ. നമ്മളെ കോട്ടയത്തുള്ള പുതിയ സൈറ്റത്തെ ഷട്ടറിങ് ആണ് പ്ലിന്ത് ബീമിനുള്ള. PCC നമ്മൾ ആദ്യം അടിയിൽ ടച്ച് ചെയ്യണം. PCCൻ്റെ മുകളിൽ പ്ലിന്ത് ബീമിനുള്ള ഷട്ടറിങ് അടിച്ച് ഇന്നിപ്പോൾ തുടങ്ങാം. പ്ലിന്തിലാണ് നമ്മൾ ഈ ബീം വരിക. PCCയിൽ നമ്മൾ റെഡി മിക്സ് അങ്ങനെ താഴ്ത്തിക്കിടേ ചെയ്തുള്ളൂ. പ്ലിന്തിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ബീം വെച്ചിട്ട് ചെയ്യും. പ്ലിന്ത് ബീമിനുള്ള ഷട്ടറിങ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ 8 ഇഞ്ചിൽ ഇനി പ്ലിന്ത് അടിക്കണം. എന്നോട് ചോദിക്കാറില്ലേ ഫോൺ വിളിക്കുന്ന സമയത്ത് തറപ്പണി അടക്കം നിങ്ങൾ ചെയ്യുമോ എന്നുള്ളത്? അതെ, ഒരുപാട് പേര് അങ്ങനെ ചോദിക്കാറുണ്ട്. നമ്മൾ ആക്ച്വലി ബേസ്മെന്റ് ഇല്ലാതെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് നമ്മൾ തന്നെ ബേസ്മെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം കോൺക്രീറ്റ് ബേസ്മെന്റ് ആയിരിക്കും. കോൺക്രീറ്റ് ബേസ്മെന്റിൽ നമ്മൾ ചെയ്യണത് ഫുള്ളായിട്ട്, അതായത് ഇപ്പോൾ ഇതിൻ്റെ അടി 1 അടി വീതി 1.5 അടി ഹൈറ്റിൽ നമ്മൾ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ സാധാരണ പ്ലിന്ത് ചെയ്യണമെങ്കിൽ 1.5 അടി ഹൈറ്റിലാണ് നമ്മൾ ചെയ്യുക. അതിന് റിങ് എല്ലാം അടിച്ച് സാധാരണ പ്ലിന്ത് എങ്ങനെയാണ് ചെയ്യുക അതിനുള്ള റിങ്ങുകളാണ് ഇരിക്കുന്നത് എന്ന രീതിയിൽ നമ്മൾ ചെയ്യും. പക്ഷേ കോട്ടയത്തുള്ള സൈറ്റാണ്. പക്ഷെ നമ്മളിങ്ങനെ ചെയ്യണ സമയത്ത് സാധാരണ ചെയ്യണേക്കാളും പ്രൈസിൽ ഡിഫറൻസ് വരും. അത് നമ്മൾ അതാത് സൈറ്റിൽ വന്ന് കണ്ട് വിസിറ്റ് ചെയ്ത ശേഷമാണ്. കാരണം ഇപ്പം തന്നെ കരിങ്കല്ല് ബേസ്മെന്റ് ഇടുന്നതിനെക്കാട്ടിലും കൂടുതലായിരിക്കും, പൈസ കൂടുതലായിരിക്കും, സ്ട്രെങ്ത്തും കൂടുതലായിരിക്കും. പൈസ മാത്രമല്ല, സ്ട്രെങ്ത്തും അതിനനുസരിച്ചിട്ട് കൂടുതലുണ്ടാവും. കാരണം നമ്മൾ ആദ്യം ഇതിനൊരു പ്രൈസ് പറയാത്തതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല സൈറ്റും പല ഇതിലായിരിക്കും മണ്ണിൻ്റെ ബലവും എല്ലാം. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു ലൈന് നമുക്ക് കറക്റ്റ് 1.5 അടിയാണ് താന്നത്. ഓപ്പോസിറ്റ് സൈഡ് നിലദാനത്തിൻ്റെ അടിയിലേക്ക് തന്നെ 4 അടി താഴ്ന്നിട്ടുണ്ട്. 4 അടിയൊക്കെ താഴെന്ന് പറയുമ്പോൾ അത്രയും ഹൈറ്റിൽ കോൺക്രീറ്റ് ഇട്ട് വരുമ്പോൾ ഭയങ്കര എക്സ്പെൻസ് വരും. അതുകൊണ്ടാണ് നമ്മൾ, പക്ഷെ അവിടെ താത്താണ്ടിരിക്കാനായിട്ട് പറ്റില്ല. കാരണം അവിടെ ലൂസ് മണ്ണായിരുന്നു. ലൂസ് മണ്ണുള്ളതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ എങ്ങനെ കോൺക്രീറ്റ് ഇട്ടിട്ടും കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് 1.5 അടി അവിടെ താത്തിയിട്ടിടാം. പക്ഷെ അത് വീടിന് സ്ട്രെങ്ത് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ താത്തിയേ മതിയാവുള്ളൂ മാക്സിമം. ഇവിടെ റെഡി മിക്സ് ആണ് ചെയ്തത് നമ്മൾ. അല്ല, അത് സൈറ്റിൽ വണ്ടി വരുന്നതിൻ്റെ അവൈലബിലിറ്റി വെച്ചിട്ടല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റെഡി മിക്സ് വരുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡി മിക്സ് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മാനുവലായിട്ട് തന്നെ ചെയ്യേണ്ടി വരും. മാക്സിമം നമ്മൾ സജസ്റ്റ് ചെയ്യണത് കരിങ്കല്ല് തറടാനാണ്. കാരണം പ്രൈസ് കമ്മിയാണ്. നമ്മൾ കോൺക്രീറ്റ് വീടിന് കരിങ്കല്ലിലോ അല്ലെങ്കിൽ വെട്ടുകല്ലിൽ തറട്ട് കഴിഞ്ഞാലും വീട് സ്ട്രെങ്ത് ആയിരിക്കും. കാരണം നമ്മൾ കോൺക്രീറ്റൊക്കെ സജസ്റ്റ് ചെയ്യണത് പാടം പോലുള്ള സ്ഥലങ്ങൾ അല്ലേ, അങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങളിൽ മാത്രം, തീരെ ഉറപ്പില്ലെങ്കിൽ മാത്രം മതി കോൺക്രീറ്റൊക്കെ ചെയ്യുക. ഇതൊക്കെ നല്ല ബലമുള്ള സ്ഥലമാണ്.
ഇനി ആരെങ്കിലും ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയും, വീഡിയോസ് അയച്ചു തരാം. അതെ. എന്നാൽ ശരി, ഓക്കെ. അടുത്ത വീഡിയോയിൽ എന്നെ കാണുന്നുള്ള പ്രതീക്ഷയിൽ. ഈ സൈറ്റിൽ ഇങ്ങനെ ഒരു 5 മണി നേരത്തൊക്കെ വർക്ക് ചെയ്യാൻ നല്ല സുഖമാണ്. കാരണം വെയിലൊന്നുമില്ല, നല്ല ക്ലൈമറ്റാണ്. ഉച്ചയ്ക്കൊക്കെ ഭയങ്കര വെയിൽ പറഞ്ഞാലും പറയാം, ഭയങ്കര വെയിലാണ്. ആ പായ കെട്ടുകൊണ്ട് ചെറുതായിട്ടൊന്നും അവിടെ പോയി റെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ ഒരു തൂണിൻ്റെ മറവും കൂടി ഇല്ലയെന്ന് പറഞ്ഞ മാതിരിയാണ്. നമ്മൾ പ്ലിന്ത് ബീമൊക്കെ ചെയ്യുമ്പോൾ ബാത്റൂമിന് ഇതേപോലെ പൈപ്പ് ഇട്ട് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വൈക്കത്ത് ചെയ്തില്ല പക്ഷേ അവിടെ അവർ ആകെ ഇട്ടിരിക്കണത് ഒറ്റ പൈപ്പാണ്. ഏത് ടോയ്ലറ്റിൻ്റെ പൈപ്പ് മാത്രം. ഇത് തന്നെ ഡ്രെയിനേജും പുറത്തേക്ക് പോകണ്ടേ. അതാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ 8 ഇഞ്ചിൽ ബീമ വാർത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം എന്തായി, ഇപ്പോൾ അവിടെ ഞാദിക്കുന്നത് കുത്തണം, മറ്റേ പൈപ്പ് ഇനി കുത്തണം. അപ്പോൾ അല്ല, ഇത് ചെയ്യുമ്പോൾ ഒരെണ്ണം ക്ലോസറ്റ് പൈപ്പിന്, ഒരെണ്ണം ഡ്രെയിനേജ് പൈപ്പിന് 2 പൈപ്പ് വെച്ചിട്ട് ഒരു ബാത്റൂമിൽ ഇടണം. അപ്പം ഇങ്ങനെ നമ്മൾ പൈപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വേറെ കുത്തിപ്പൊളിയുടെ ആവശ്യം വരില്ല. എന്നാൽ ഇട്ടോ, ഷീറ്റ് ഇട്ടോ. ഇതുവരെ അടിച്ചിട്ടേ ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടേ, ഇവിടെ ബ്ലോക്ക് ചെയ്യണം. ഈ ഷീറ്റ് നമുക്ക് ഒരിടത്തില്ല, ഇവിടെ ബ്ലോക്ക് ചെയ്യും. ആ ഇതാണ് എടുത്തോ, ടപ്പം വരും. കോട്ടയം സൈറ്റിലെ നമ്മളെ കോൺക്രീറ്റ് ബേസ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ 1.5 അടി കോൺക്രീറ്റ് ബേസ്മെൻറ്റ് ഈ രീതിയിലാണ് ഉണ്ടായിരിക്കുക. 8 ഇഞ്ച് വീതി, 1.5 അടി ഹൈറ്റുമാണ് നമ്മളിതിൻ്റെ തറയുടെ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഹൈറ്റ് കൂടും, കാരണം അതും ഇപ്പോൾ ഭൂമിയുടെ ചെരുവും മണ്ണിൻ്റെ ഇതിനൊക്കെ അനുസരിച്ചിട്ട് ഹൈറ്റിൽ വ്യത്യാസം വരും. ഇവിടെയൊക്കെ ഇപ്പോൾ ഏകദേശം 4-4.5 അടിയോളം താഴ്ചയുണ്ട്. കാരണം ഇവിടെ മണ്ണ് ബലം ഉണ്ടായിരുന്നില്ല. ഈ രീതിയിലാണ് നമ്മൾ തറ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യുക. നോർമൽ ചെയ്യുന്നതിനേക്കാളും എക്സ്പെൻസ് കൂടുതലായിരിക്കും, കാരണം ഫുള്ള് കോൺക്രീറ്റ് ആയതുകൊണ്ട്. ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. തറയെല്ലാം ലെവൽ ചെയ്യാൻ പോവാം. അങ്ങനെ വീടിൻ്റെ ചുറ്റോറെല്ലാം ലെവൽ ചെയ്തു. നാളെ മുതൽ നമ്മൾ ചുമര് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കോട്ടയം അടിച്ചിറ ഉള്ള സൈറ്റാണ്. ഇപ്പോഴാണ് ഇത് കറക്റ്റ് സ്ഥലം പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ അമ്മഞ്ചേരിന്നാണ് മാറ്റി പറഞ്ഞത്. അല്ല, അമ്മഞ്ചേരി എന്ന് പറയുമ്പോൾ ഇതിലൊരാൾ കമൻറ്റും ചോദിച്ചിരുന്നു അമ്മഞ്ചേരി എവിടെയാണെന്ന്. സത്യം പറഞ്ഞത് അമ്മഞ്ചേരി അല്ല, അടിച്ചിറയാണുള്ളത്. അടിച്ചിറ ജംഗ്ഷൻ റെയിൽവേ ക്രോസിനോട് തൊട്ടടുത്ത്, അതായത് MC റോഡിൽ നിന്നൊരു 50 മീറ്ററേ ഉള്ളൂ സൈറ്റിലേക്ക്. അപ്പോൾ അല്ല, ഇതിപ്പോൾ നമ്മളെ തറപ്പണി കഴിഞ്ഞ് മണ്ണ് ഫില്ല് ചെയ്തിട്ടിരിക്കുന്ന ഒരു ലെവലാണ്. ഇവിടുന്ന് കുറച്ചും കൂടിയൊക്കെ മണ്ണ് പോവാണ്ട്. നമ്മളത് 1.5 അടിയാണ് ഹൈറ്റ്. അപ്പോൾ ഈ സൈറ്റിൽ ഒരുപാട് മണ്ണുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പം നമ്മൾ തൽക്കാലം വർക്കിംഗ് സ്പേസിന് വേണ്ടിയിട്ട് ഇവിടെ മൊത്തത്തിൽ നിരത്തിയാണ്. ഈ ഭാഗത്തൊക്കെ എത്ര ഹൈറ്റ് വന്നെന്ന് അറിയാം.
ഇവിടെ ഏകദേശം 5 അടിയോളം ഹൈറ്റ് വന്നിട്ടുണ്ട്. ഫൈനൽ പ്ലോട്ട് റെഡിയാക്കിയ ശേഷമുള്ള ഫൈനൽ നാളെ മുതൽ നമ്മൾ മൈക്കല്ല, കുറച്ച് അടുത്ത് വന്ന് പറഞ്ഞാലേ കേൾക്കുള്ളൂ. നാളെ മുതൽ നമ്മള് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. ചുമരിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞങ്ങൾ കോൺക്രീറ്റിൽ തറ ചെയ്യുമ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഉണ്ടായിരിക്കുക. ഇതിന് നമ്മൾ കംപ്ലീറ്റ് റെഡിമിക്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ റെഡിമിക്സ് ഇവിടെ വരാൻ അവൈലബിൾ ഉണ്ടാവുകൊണ്ടാണ്. അല്ലാണ്ട് ഞങ്ങൾ തറ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ കോൺക്രീറ്റിലുള്ള ചെയ്യാൻ പറ്റുക. കാരണം കല്ലിലൊക്കെ ചെയ്യുമ്പോൾ അതാത് സ്ഥലങ്ങളിലുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കാവും നല്ലത്. കാരണം ഞങ്ങൾ ഇത്രയും ദൂരത്ത് നിന്ന് വന്നിട്ട് കല്ലിൽ തറ ഇടുമ്പോൾ സാധാരണ ആൾക്കാരെ അവിടുന്ന് ചെയ്യുന്നേക്കാൾ എക്സ്പെൻസ് കൂടുകയും. ഇതിപ്പോൾ കോൺക്രീറ്റ് ആയ കാരണം കൊണ്ടാണ് നമ്മൾ ചെയ്യണത്. കരിങ്കല്ലിൽ ചെയ്താലും മതി. അതിൻ്റെ മുകളിലാണെങ്കിലും കോൺക്രീറ്റ് വീടിന് അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ആയിരിക്കും. ഇപ്പോൾ പ്ലോട്ടിൻ്റെ ഈ സൈഡിലേക്കൊക്കെ ചെരിഞ്ഞിട്ടാണ് കടന്നിരുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം ഒരേ ലെവലാക്കിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ ലെവലാക്കിയപ്പോഴാണല്ലേ ഇവിടുത്തെ ഒരു സ്പേസ് കാണുന്നത്. ഈ കാണുന്ന സ്ഥലത്താണ് ഈ വീടിൻ്റെ കാർ പോർച്ച് വരാൻ പോണത്. ഇനി ഒന്നും കൂടി ഉണ്ട്. ഇവിടെ സൈഡൊക്കെ ഒന്ന് കെട്ടിയിട്ട് ഈ മണ്ണൊന്നും കൂടി ഫില്ലാക്കി കഴിഞ്ഞാൽ ഒന്നും കൂടി ഏരിയ കിട്ടും. ഒരു 3-4 അടിയും കൂടി ഈ സൈഡിലേക്ക് ഉണ്ട്. അതേപോലെ ഈ ഫ്രണ്ടേജും മതിൽ കെട്ടിയിട്ട് ഈ മണ്ണൊന്നും തള്ളാനുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടാവും. തറട്ട് ലെവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ലെവൽ ചെയ്യണം. സാധാരണ എല്ലാ ആൾക്കാരും എന്താ ശീലിച്ചുണ്ടോ, ഈ തറയുടെ മുകളിൽ മാത്രം നമുക്ക് മണ്ണ് ഫില്ല് ചെയ്ത് തരും. ഈ സൈഡൊന്നും ഇങ്ങനെ വൃത്തിയാക്കി തരില്ല. കാരണം സൈഡ് വൃത്തിയാക്കിയാലേ ഉള്ളൂ ഞങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ജോലി ചെയ്യാൻ പറ്റുക. ചില സ്ഥലത്തൊക്കെ മണ്ണ് ഇപ്പോൾ കണ്ടില്ല, അന്ന് ഞങ്ങൾ ഇവിടെ കണ്ടില്ല ആ പയ്യന് മുറിയായത് എങ്ങനെയാണ്. കാരണം സൈഡിൽ മണ്ണുണ്ടാവുകൊണ്ട് സ്ലിപ്പായിട്ടാണ് ഇപ്പോൾ അവന് മുറിയായത്.